വ്യവസായവൽക്കരണത്തിന്റെ സാധ്യതകൾ തുറന്ന് പൂഞ്ഞാറിൽ നിക്ഷേപ സംഗമം നടന്നു. റൈസിംഗ് പൂഞ്ഞാർ 2K25 എന്ന പേരിൽ ഈരാറ്റുപേട്ടയിൽ നടന്ന സംഗമത്തിൽ 2456.88 കോടി രൂപയുടെ താൽപര്യപത്രങ്ങളാണ് ലഭിച്ചത്. സംസ്ഥാന വ്യവസായ പുരോഗതിയിൽ കുതിച്ചുചാട്ടത്തിലാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന്റെ നേതൃത്വത്തിലാണ് നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചത്. 308 സംരംഭകരിൽ നിന്നായി 2456.88 കോടി രൂപയുടെ താൽപര്യപത്രങ്ങൾ ലഭിച്ചു. ഇതിൽ 38 സംരംഭങ്ങൾ 10 കോടിയിലധികം രൂപയും 88 എണ്ണം 1 കോടിയിലധികം രൂപയും മുതൽ മുടക്കും. ഇതുവഴി 11,342 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. ഇതിനോടകം തന്നെ 2,737 കോടി രൂപയുടെ 2,373 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഇത് വിവിധ മേഖലകളിലായിട്ടാണ്. മൊത്തത്തിൽ കേരളത്തിൽ ആകെയുള്ള വ്യാവസായിക ഉണർവിനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. എങ്കിലും പൂഞ്ഞാർ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകതകൾ ടൂറിസം, പ്രകൃതി വിഭവങ്ങൾ, കാർഷിക വിഭവങ്ങൾ, നമ്മുടെ അനുകൂല സാധ്യതകളെ, നമ്മുടെ പ്രായോഗികമായിട്ടുള്ള സാഹചര്യങ്ങളെ വ്യവസായ വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇതിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്. നിരവധി വ്യവസായ പ്രമുഖർ അണിനിരന്ന സംഗമം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ലോകോത്തര കമ്പനികളെല്ലാം നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. നമുക്കിപ്പോൾ വ്യവസായ സൗഹൃദത്തിൽ നമ്മൾ ഒന്നാമതായി ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ വിദേശ നിക്ഷേപത്തെ ആകർഷിക്കുന്നതിൽ ആന്ധ്രയെയും പഞ്ചാബിനെയും പുറം തള്ളി ഇപ്പൊ കേരളം ആദ്യത്തെ 10 ഇടം നേടിയിരിക്കുകയാണ്. ഓരോ മലയാളിക്കും അഭിമാനിക്കാം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 37 സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകിക്കഴിഞ്ഞു. 37 സ്വകാര്യ വ്യവസായ പാർക്കുകൾ, 3 ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ അനുമതി കൊടുത്തു. 8 എണ്ണം കൂടി കൊടുക്കാൻ പോവുകയാണ്. ജൂലൈ മാസം 3-ന് ബഹുമാനായ മുഖ്യമന്ത്രി അതും ആ ഡെവലപ്പർ പെർമിറ്റുകളും വിതരണം ചെയ്യുന്നുണ്ട്. ഉദ്ഘാടനത്തിന് ശേഷം മന്ത്രി പി രാജീവ് സംരംഭകരുമായി മുഖാമുഖത്തിൽ പങ്കെടുത്തു. സംഗമത്തോടനുബന്ധിച്ച് നടത്തിയ പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. വിവിധ വിഷയങ്ങളിൽ നടന്ന സെമിനാറിൽ പ്രമുഖർ ക്ലാസുകൾ നയിച്ചു. ചടങ്ങിൽ ജോസ് കെ മാണി MPയും സന്നിഹിതനായി. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.